ഞാൻ പറഞ്ഞ സത്യമല്ലേ, ഇതിന് നല്ലൊരു ലാംബ് ഡിഷ് നമ്മൾ കൊച്ചി കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടില്ല. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഞങ്ങൾ രാത്രി 11 മണിയാവാൻ കുറച്ച് സമയം ബാക്കി എനിക്ക് വന്നേക്കാനാണ്. ചോപ്പ് സ്റ്റിക്സിൽ 11 മണി ചോപ്പ് സ്റ്റിക്സ് ഉള്ള കേട്ടോ. ഇവിടെയും കൊമ്പൂച്ച വന്ന് കുമ്പായ. ഈ 2010 തുടങ്ങിയ ദിവസം തൊട്ട് നമ്മളിവിടെ വരുന്നതാണ്. ഒരു ഔട്ട്ലെറ്റിൽ നിന്ന് തുടങ്ങിയവർ, പാലായിട്ടത്ത് നിന്ന് തുടങ്ങിയവർ എത്ര ഔട്ട്ലെറ്റ് മൊത്തത്തിൽ ചോപ്പ് സ്റ്റിക്സിൻ്റെ 5 ഔട്ട്ലെറ്റും സിഗ്നേച്ചറിൻ്റെ 2 ഔട്ട്ലെറ്റും. ഇതാണ് കറക്റ്റ് വേ ടു ഹോൾഡ് ചോപ്പ് സ്റ്റിക്സ്. അപ്പോൾ നമ്മുടെ ബീഫ് നൂഡിൽ സൂപ്പ് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഫേവറേറ്റ് സാധനമൊക്കെ നമ്മളിപ്പോൾ കുറേ തവണ കഴിച്ച്. ഇതിൻ്റെ റോസ്റ്റ് തന്നെ വേറെ ലെവലാണ്. ഈ റോസ്റ്റ് ബീഫ് ബീഫ് അലുവ. ഞാൻ കട്ട ഫാനായില്ല, ഒരു രക്ഷയില്ല. ഇവിടുത്തെ ന്യൂഡിൽസിൻ്റെ ക്വാളിറ്റി ഉള്ളത് അടിപൊളി. ഞങ്ങൾ കട്ട ഫാനാണ്, ഒന്നും പറയാനില്ലല്ലേ. ഞാൻ എന്തായാലും കഴിച്ചു തീർത്തു. അതിനിപ്പോൾ തീരാറായി. നമ്മളെ ബാക്കി 2 സാധനങ്ങളൊക്കെ വരോട്ടെ. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങളെപ്പോഴും നാടൻ ഫുഡ് അല്ലാത്ത ഫുഡുകളാണ് കൂടുതലും കാണിക്കാറ്. അതെന്തുകൊണ്ടാണ്? ആദ്യം തൊട്ടുള്ളവർക്ക് അറിയാം, അല്ലാത്തവർക്കായിട്ട് പറയാനാണ്. എനിക്ക് നാടൻ ഫുഡ് റെസ്റ്റോറൻറ്റുകളിൽ പോയി കഴിക്കണം അത്ര ഇഷ്ടമല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാടൻ ഫുഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ്. എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതോ വൈഫ് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ വൈഫിൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാക്കുന്ന എനിക്ക് അങ്ങനത്തെ ഫുഡാണ് ഇഷ്ടം. അല്ലെങ്കിൽ കൂട്ടുകാരുടെ വീട്ടിൽ കഴിക്കണം. അല്ലാതെ ഞാൻ റെസ്റ്റോറൻറ്റിൽ പോയി നാടൻ ഫുഡ് കഴിക്കണം വളരെ റെയറായിരിക്കും. അത്രയും ഗംഭീരമായിട്ടൊക്കെ തോന്നിയാലേ എനിക്ക് ഇഷ്ടപ്പെടുത്തുള്ളൂ. അങ്ങനത്തെ സ്ഥലത്ത് ഞാൻ റിപ്പീറ്റഡ്ലി പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യാത്തൊരു സാധനമാണ്. കാരണം എൻ്റെ വീട്ടിൽ തന്നെ വീട്ടിലായിട്ട് ഫുഡ് കിട്ടും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പുറത്ത് പോയി പൈസ കൊടുത്ത് റെസ്റ്റോറൻറ്റിൽ നിന്ന് നാടൻ ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കാറേ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരിക്കലും ചാനലിൽ അങ്ങനത്തെ വീഡിയോസ് ഇടാത്തത്. ഈവൻ വെറുതെ എനിക്കാണെങ്കിൽ നാടൻ ഫുഡ് പോയി കാണിച്ച് കുറേ വ്യൂവോ അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കാം. പക്ഷേ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. അത് തുടക്കം തൊട്ട് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. അല്ലാത്തവർക്കായിട്ട് ഇടയിൽ വന്ന ആൾക്കാർക്കായിട്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ. കുറേ പേര് എനിക്ക് മെസ്സേജ് ചേട്ടാ നാടൻ ഫുഡ് കാണിക്കില്ല. ഞാൻ കാണിക്കില്ല, കാരണം ഞാൻ പുറത്തേക്ക് കഴിക്കില്ല നാടൻ ഫുഡ്. പിന്നെ എൻ്റേതായ കുറച്ച് രീതികളുണ്ട്. ഞാൻ പൈസ കൊടുത്ത ഫുഡ് കഴിക്കുള്ളൂ. റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ ഞാനുള്ള അഭിപ്രായം തുറന്നു പറയും. അപ്പോൾ നാടൻ ഫുഡ് പുറത്ത് കഴിച്ചിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ ഞാൻ പറയും. അത് കുറേ പേർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇവിടെ കുറേ ആൾക്കാർ നാടൻ ഫുഡൊക്കെ കഴിച്ചിട്ട് വാവും എന്നൊക്കെ പറഞ്ഞ് തള്ളി പറിച്ച് അങ്ങനെയൊക്കെ ഇടിഞ്ഞ് വീഴും. ഞാൻ പോയി വീഡിയോ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യാത്തത്. അത് മാത്രമല്ല വ്യൂസിന് വേണ്ടിയല്ല ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, അങ്ങനത്തെ കണ്ടിട്ട് ഞാൻ താല്പര്യമില്ല. ഞാൻ പൊതുവെ എപ്പോഴും ചെയ്യുന്നത് ഞാനും അനുഭവം അല്ലെങ്കിൽ എൻ്റെ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി കഴിക്കുന്ന, ഞങ്ങൾ പൈസ കൊടുത്ത് ഫുഡ് കഴിക്കുന്നത് മാത്രം കാണിക്കാറുള്ളൂ. ഇപ്പോൾ ഒരു സിനിമയുടെ അഭിപ്രായമാണെങ്കിൽ പോലും ഞാൻ ടിക്കറ്റ് എടുത്ത് കണ്ട സിനിമയുടെ അഭിപ്രായം നമ്മൾ ഇടാറുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു രീതി പണ്ടോട്ട് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോഴും അങ്ങനെയൊക്കെ പോണത്. അത് മാറ്റാൻ ഉദ്ദേശമില്ല. അതുകൊണ്ട് തന്നെ നാടൻ ഫുഡ് പ്രതീക്ഷിച്ച് ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ നിൽക്കണ്ട. നാടൻ ഫുഡിൻ്റെ സാധനം വരണമാണെങ്കിൽ എൻ്റെ വീട്ടിലുണ്ടാക്കണം, അല്ലാതെ വേറെ ഒന്നും കാണിക്കാൻ പോകാൻ.
അല്ലെ പിന്നെ ഇങ്ങനെ എന്താ പറയുക പോലെ കൊല്ലത്തോ ട്രിവാൻഡ്രത്തോ അല്ലെങ്കിൽ കോഴിക്കോട് അവിടെയൊക്കെ പോകുമ്പോൾ വ്യത്യസ്തമായ അല്ലെങ്കിൽ വളരെ എന്താ പറയുക വേർതി ഓഫ് ഷോയിങ് എന്ന് തോന്നുന്ന നാടൻ ഫുഡ് കാണിച്ചാലോ. പിന്നെ ഈ മറ്റേ എന്താ പറയുക ഊണ് സദ്യ പരിപാടികളൊന്നും ഞാൻ കഴിക്കാറില്ല, എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ വീഡിയോസും പ്രതീക്ഷിക്കേണ്ട. അഥവാ ഞാൻ കാണിക്കുന്നുണ്ടെങ്കിൽ ബഡ്ജറ്റായിട്ടുള്ള, അതായത് ഇപ്പോൾ 60 രൂപ ഞാൻ പോയി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 രൂപ ഊണ് 20 രൂപ കറികൾ, അങ്ങനത്തെ സാധനങ്ങൾ ഞാൻ കാണിക്കുള്ളൂ. അത് ഞാൻ ആ വീഡിയോ ഇട്ടുകൊണ്ട് ഒരുപാട് പേർക്ക് ഗുണമുണ്ടാവുന്ന, അല്ലെങ്കിൽ എന്താ പറയുക സ്ഥിരമായി കോളേജുകളിൽ സ്കൂളിൽ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ഫുഡ് കിട്ടും, കോളേജുകളിൽ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഫുഡൊക്കെ ഞാൻ കാണിക്കുള്ളൂ. അല്ലാതെ ഈ നാടൻ ഫുഡെന്നും പറഞ്ഞ് 300 രൂപ ലേബൽ ചെയ്ത് അല്ലെങ്കിൽ എന്താ പറയുക ചില ആൾക്കാരുടെ സ്പെഷ്യാലിറ്റി നാടൻ ഫ്യൂഷൻ ഡിഷ് എന്നൊക്കെ പറഞ്ഞാൽ അതിന് 1000 രൂപ വിലയിട്ട് നിൽക്കുന്ന അങ്ങനത്തെ കടകളൊന്നും ഞാൻ കാണിക്കത്തില്ല. കഴിച്ചാലും ഞാൻ കാണിക്കില്ല. അതായത് ദോശക്ക് നമ്മുടെ നാട്ടിലൊരു വിലയുണ്ട്. ആ വിലയുടെ മുകളിൽ പോകുന്ന രീതിയിൽ ദോശ വിറ്റ് കഴിഞ്ഞാൽ ആ ദോശ കാണിക്കാൻ താല്പര്യമില്ലാത്തൊരാളല്ല. അപ്പോൾ അതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള നാടൻ ഫുഡും ഞാൻ ഈ ചാനലിൽ കാണിക്കുന്നതല്ല. അഥവാ കാണിച്ചാൽ തന്നെ ഞാൻ തുറന്ന് പറയുകയും ചെയ്യും. ഓവർ പ്രൈസ്ഡായിട്ട് എനിക്ക് വീട് ഞാൻ എന്തായാലും തുറന്ന് പറയും. പിന്നെ കാണിക്കാൻ താല്പര്യമുള്ളൊരു നാടൻ ഫുഡുണ്ട്, ഷാപ്പ് ഫുഡ്. കാരണം ഷാപ്പ് ഫുഡ് വേറൊരു വൈബാണ്. അപ്പോൾ അങ്ങനത്തെ ഫുഡ് ഞാൻ കാണിക്കാറുണ്ട് പൊതുവെ. ഇപ്പോൾ ഷാപ്പിൽ പോയി ഫുഡ് കഴിച്ചതിൻ്റെ വീഡിയോസ് ഞാൻ ഇടാറുണ്ട്. പക്ഷേ ഞാൻ വളരെ അസലായിട്ട് ഞാൻ തുറന്നു പറയും, ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും. നമ്മുടെ ചാനലിൽ എന്താണ് ഞാൻ ലോയൽറ്റി കാണിക്കുന്ന ഒരേ ഒരാൾ, അത് കോമൺലി പറയുന്നത് അത് വ്യൂവേഴ്സിനോട്. എനിക്ക് ഒരു റെസ്റ്റോറൻ്റായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡായിട്ടോ ഒരു രീതിയിലുള്ള എന്താ പറയുക ഇതില്ല. അവരോട് എന്താണെന്ന് പറയുക ഗ്രാറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സംഭവം ഇല്ല എനിക്ക്. കാരണം ഞാൻ കസ്റ്റമറായിട്ട് മാത്രം ഞാൻ പോകണം. അതുകൊണ്ട് തന്നെ എനിക്കെന്തും തുറന്നു പറയാം, കാരണം ഞാൻ ബില്ലടക്കുന്ന ആളാണ്. ഇപ്പം നമ്മുടെ ഗ്ലാസ് നൂഡിൽസ് വന്നിട്ടുണ്ട്, നമ്മുടെ ഫേവററ്റ് സാധനം. ചിക്കൻ സീ ഫുഡിലാണ് വേവ്. ചിക്കൻ നമ്മൾ എന്നും പറഞ്ഞതല്ല. അതുപോലെ അതെ ഞങ്ങളുടെ ഫേവററ്റ് മറ്റൊരു ഐറ്റം ഇത് റോസ്റ്റ് ലാമ്പ് ഇൻ മഷ്റൂം സോസ് ആണ്. ഇതുപോലെ തന്നെ റോസ്റ്റ് ബീഫ് അവൈലബിൾ ആണ് ഇവിടെ. റോസ്റ്റഡ് എന്ന് പറഞ്ഞ മക്കളെ എന്ത് ഡിഷും കണ്ണും കൂട്ടി നിങ്ങൾ മേടിച്ചോ അന്യായമായിരിക്കും. അതിപ്പോൾ സൂപ്പായാലും ശരി, സാലഡായാലും ശരി, കറി ആയാലും ശരി. ഇതിൽ ലാമ്പ് നോക്കാം, അതെനിക്ക് നെക്കി കാണിക്കുന്നുണ്ട് നിങ്ങൾ, അത്ര സോഫ്റ്റാണ്. എനിക്കൊന്ന് കൊച്ചിയിൽ ഇതിന് നല്ലൊരു ലാമ്പ് ഡിഷ് ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതിനേക്കാൾ നല്ലൊരു ലാമ്പ് ഡിഷ് ഞാൻ കഴിച്ചിട്ടില്ല കൊച്ചിയിൽ എന്തായാലും. ഇതുണ്ടോ സോഫ്റ്റ്നെസ് നോക്കി. എന്താണ് ബിരിയാണിയിൽ എന്താണ് നമ്മുടെ ദം ചെയ്ത് കിട്ടുന്ന മട്ടണില്ല അതുപോലെ ഇല്ല. ഇത്ര എനിക്ക് പറയാൻ പോകും വേറില്ല. അത് ഗ്ലാസ് നൂഡിൽസ് പിന്നെ ഞാൻ കഴിച്ച ചാൻസ് പറയേണ്ട കാര്യമില്ല, അതാണ് നമ്മൾ കഴിച്ച ചാൻസ്. അതാ പറഞ്ഞു അമ്മാതിരി സോഫ്റ്റാണ്. ഞാൻ പറഞ്ഞ സത്യമല്ലേ, ഇതിന് നല്ലൊരു ലാമ്പ് ഡിഷ് നമ്മൾ കൊച്ചി കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടില്ല, അതാ ഞാൻ പറഞ്ഞത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ നല്ല അസലായിട്ട് വെന്തിട്ടുമുണ്ട്, ഓവർ വേവിച്ച് റബ്ബറും ആക്കിയിട്ടില്ല. പക്ക റോസ്റ്റ്. അത് ചുറ്റുഭാഗം നല്ല മുരിമുര, അകത്ത് കിട്ടില്ല സോഫ്റ്റായിട്ട്. സൂപ്പർ അല്ലേ? ആ ഒരു ഡിഷായിട്ട് ഫുള്ളിരുന്ന് തിന്നാം. ആ ഇതെന്താ നീ മൊത്തം കളയണോ നേരത്തെ? ഇതാണ് ഗ്ലാസ് നൂഡിൽസ്, ഞങ്ങളുടെ ഫേവററ്റ് ഡിഷാണ്. ഈ കടയിലെ തന്നെ ഫേവററ്റ് ഡിഷാണ് ഞങ്ങളുടെ. ഈ ആക്ച്വലി ഇത് രണ്ടും ഒരു സൂപ്പും കൂടി അതായത് ലിസ്റ്റിൽ കയറിയെന്നുള്ളൂ. ഞാൻ തന്നെ കഴിക്കട്ടെ കേട്ടോ ചൂടോടെ. ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നമുക്കറിയാം അത്രയും തവണ കഴിച്ചിട്ടുണ്ട്. ഈ ലാമ്പിൻ്റെ അകത്തുള്ള മഷ്റൂം ഉണ്ട്, നല്ല ബട്ടൺ മഷ്റൂംസാണ്. നീ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. ഈ ഡിഷ് സൂപ്പ് പോലെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക, അത്ര ടേസ്റ്റാണ് എനിക്ക്.
ഇത് മാത്രം മേടിച്ചിട്ട് വെറുതെ തിന്നോണ്ടിരിക്കാല്ലേ. ഞാൻ ഇത് ഇനി ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പറ്റില്ല. ഞാൻ ഇന്ന് ഇവരുടെ ആ ഡേറ്റ് തുടങ്ങിയ ഡേറ്റ് കണ്ടുകൊണ്ട് പറയാനാണ്. ഇവിടെ ചട്ടടക്കാനായിട്ട് വെള്ളം വേണ്ട. 13 കൊല്ലം ഈ റെസ്റ്റോറൻ്റായിട്ട് എൻ്റെ ബന്ധം, ഇവിടെ വന്ന് കഴിക്കണതിൻ്റെ ബന്ധം. ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല. ഇമാതിരി കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്, അതും കൊച്ചിയിൽ പൊതുവെ എനിക്കുള്ള പരാതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വർഷത്തിൽ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ തുടങ്ങുന്നുണ്ട്. പക്ഷേ കുറേ തുടങ്ങുന്നുണ്ടെങ്കിലും കുറേ നാൾ നിൽക്കുന്നില്ല. കൺസിസ്റ്റൻ്റായിട്ട് നല്ല ഫുഡ് കൊടുത്തു പോകുന്ന റെസ്റ്റോറൻറ്റ് വളരെ കുറവാണ്. പക്ഷേ എനിക്ക് പ്രൗഡായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യം, ഒരു 10 റെസ്റ്റോറൻറ്റ് കൊച്ചിയിൽ കട്ട കൺസിസ്റ്റൻ്റായിട്ട് ഉണ്ടെങ്കിൽ അതിലൊന്നാണ് ചോപ്സ്റ്റിക്സ്. ഈ ഔട്ട്ലെറ്റ്, പാലടത്ത് ഈ ഔട്ട്ലെറ്റ്, അതെനിക്ക് എടുത്ത് പറയാൻ പറ്റും. അപ്പോൾ എന്തായാലും കടയും പൂട്ടി നമ്മളും പോട്ടെ. അപ്പോൾ നാളെ വേറെ വീഡിയോ കാണാം. ബൈ ബൈ.